കൊച്ചി രാജാവിൻ്റെ മന്ത്രിമുഖ്യനായിരുന്ന പാലിയത്തച്ഛൻ്റെ കുടുംബത്തിൽപ്പെട്ട അസാധാരണ പ്രതിഭയായിരുന്നു ഗായകൻ പി ജയചന്ദ്രൻ. ജയചന്ദ്രനുമായി കളിച്ചു വളർന്ന സഹോദരി ചേർത്തലയിൽ താമസിക്കുന്നുണ്ട്. പാലിയത്ത് തറവാട്ടിൽ നിന്ന് തെക്കൻ പ്രദേശത്തുള്ള ഒരേ ഒരാൾ. ചേർത്തല മുരിയനാട്ട് ശാന്തിനികേതനിൽ എം.എൻ. ഗോപിനാഥിൻ്റെ ഭാര്യ പത്മിനി കുഞ്ഞമ്മ. ജയചന്ദ്രൻ്റെ ഓർമ്മകൾ പങ്കുവച്ച പത്മിനി കുഞ്ഞമ്മ ചേരും. അനുസരിക്കാന്ന് പറഞ്ഞാൽ ഇത്രയും നമുക്ക് ബന്ധമുള്ള ഒരാളില്ല, മനസ്സുകൊണ്ട് അടുപ്പമുള്ള ഒരാൾ വേറെ ഇല്ല. വേറെ ഒരുപാട് ചേട്ടന്മാരും അനിയന്മാരും ഒക്കെ ഉണ്ടെങ്കിലും ഇത്ര അടുപ്പം തോന്നിയ ഒരൊറ്റ ആൾ എനിക്കില്ല. കാരണം ആ മനുഷ്യന്റെ സ്വഭാവം അതുപോലെയാണ്. ആരെ കണ്ടാലും ആരോടാണെങ്കിലും ആ സംസാരിക്കണം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ തോന്നും, ഇന്നൊരു ഇത്രയും വലിയൊരാൾ ഇങ്ങനെയാണോ സംസാരിക്കണേ. അത്രയ്ക്ക് മനുഷ്യനെ കൂടെ എന്താ പറയാ, അത്രയ്ക്കും ബഹുമാനിച്ച ഒരു ജീവിതമായിരുന്നു ആ മനുഷ്യന്റെ. ഇങ്ങനെ വന്നതിൽ വളരെ സങ്കടമുണ്ട് എനിക്ക്. നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ദൈവം വിളിച്ചാൽ പോയല്ലേ പറ്റൂ. അവിടെ എല്ലാവരും പാലിയത്തെ ഒരൊറ്റ ആൾക്ക് പാടാൻ അറിയാത്ത എല്ലാം മധു, എല്ലാവർക്കും സരിഗമ പാടാൻ അറിയാത്ത ഒരൊറ്റ ആളില്ല. അങ്ങനത്തെ ഒരു കുടുംബമായിരുന്നു അവിടെ. അത് കാരണം പണ്ട് മുതലേ ഞങ്ങൾ പാട്ട് പഠിപ്പിക്കാനും ആളുണ്ടായിരുന്നു. കുറെ ആനകളുണ്ടായിരുന്നു. അമ്പലങ്ങൾ കുറെ ഉണ്ട്, 6-7 അമ്പലം ചുറ്റിനും ഉണ്ട്. ഒരു ആന എന്ന് പറഞ്ഞാൽ ശേഖരൻ. അതുപോലെ കേരളത്തിൽ ഇത്രയും വലിയൊരു ആന ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ശേഖരൻ എന്നാ വിളിക്കാം. പക്ഷേ ഞങ്ങൾ ആനക്കാരൻ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, മാറി നിൽക്കൂന്ന്. കാരണം ഇത്തിരി മതം പൊട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അവിടെ കളിച്ചുകൊണ്ട് നിൽക്കുക. ജയചേട്ടൻ നേരെ മുമ്പിൽ നിന്നു, അനങ്ങിയ പോലുമില്ല. ജയചേട്ടന്റെ കാലുമ്പോ തൊട്ടിട്ട് ഒറ്റ പോക്ക് പോയി. അത് മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. ഞങ്ങൾ കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. അപ്പൊ ഇയാൾ വിളിച്ച് പറയുന്നുണ്ട്, തെക്കേ പറമ്പിലാ കൊണ്ട് കെട്ടണത്. തന്നെ ആനയ്ക്കറിയാം ഏത് മാവിന്റെ ചോട്ടിലാ കെട്ടറിയുന്നത്. മാവ് ഓടുകയാണ് അങ്ങോട്ട്. പക്ഷെ ആ സമയത്ത് ഞങ്ങൾ ഈ 4 വീട്ടിന്റെ മുറ്റത്ത് നിന്ന് കളിച്ചുകൊണ്ടിരിക്കുക. ജയചേട്ടന് കുറച്ച് നീങ്ങി നിന്നു അടുക്കിലേക്ക്. വേഗം കാലുമേൻ തൊട്ട മാതിരി തൊട്ടിട്ട് ഞാൻ വിചാരിച്ച് പിടിച്ച് വലിക്കുമെന്ന്. അതൊന്നും തോന്നി. ഞങ്ങളൊക്കെ പേടിച്ചു മാറി. ഭരണം കണ്ടാൽ ഞെട്ടിപ്പോയി. ഇതുപോലത്തെ ഒരു ആന ഉണ്ടായിട്ടില്ല അവിടെ. ഈ വെക്കേഷൻ കാലത്തുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. അന്നും ജയചേട്ടൻ മൃദംഗത്തിനായിരുന്നു മിടുക്കൻ. എപ്പോ അവിടെ മൃദംഗത്തിന്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ പുള്ളി ഇല്ലാതിരിക്കില്ല. ഇന്നസെന്റും ഒക്കെ അതിന്റെ ആളാ. ജയചന്ദ്രൻ ഇഷ്ടം പോലെ എവിടെ ആര് വിളിച്ചാലും അദ്ദേഹം വായിക്കാൻ പോവാറുണ്ട്. ഇന്നസെന്റ് ആണ് കൊണ്ട് നടക്കണേ എല്ലായിടത്തും.